ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അവോക്കാഡോ ആണ്. അവോക്കാഡോ പഴുത്തത് എടുക്കണം കേട്ടോ. പച്ച എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ അവോക്കാഡോ പഴുത്തായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ അര സവാള എനിക്ക് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടായിട്ട് കുറച്ച് സവാള എടുത്തേക്കണേ. ആൻഡ് തക്കാളി മൊത്തമായിട്ട് വേണമെന്നില്ല, പകുതി ആയാലും മതി. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഒരുപാട് ഗുണമുള്ള ഒരു ഫ്രൂട്ടാട്ടോ അവോക്കാഡോ എന്ന് പറയുന്നത്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റും അതേപോലെ തന്നെ ഫൈബർ കണ്ടൻറ്റും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്കും നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഈ അവോക്കാഡോ എന്ന് പറയുന്നത്. ഇനി അവോക്കാഡോ നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് അതിന് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാലഡ് പോലെയൊക്കെ ആക്കിയിട്ട് ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ട് റെസിപ്പീസിൽ ഈ അവോക്കാഡോ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിന് ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വെയിറ്റ് ലോസൊക്കെ നോക്കുന്നവർക്കൊക്കെ ഇത് കഴിക്കുമ്പോഴേക്കും നമുക്ക് വിശപ്പ് കുറയും ആണ് ചെയ്യുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ് ഈ ഒരു ഫ്രൂട്ട്, എന്നാലും ഭയങ്കര ഒരുപാട് ഗുണമുള്ളതാട്ടോ ഈ അവോക്കാഡോ എന്ന് പറയുന്നത്. അപ്പോൾ അവോക്കാഡോ നമ്മൾ രണ്ടായിട്ട് മുറിക്കണം. നമുക്കിപ്പോൾ കുറേ വേണമെങ്കിൽ മൊത്തമായിട്ട് യൂസ് ചെയ്യാം, ഇല്ല നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ പകുതി എടുത്താൽ മതി. പകുതി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. ഞാനിവിടെ അവോക്കാഡോ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസത്തേക്ക് എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത അവോക്കാഡോ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നമ്മളിങ്ങനെ വടിക്കുമ്പോഴേക്കും ഫുള്ളായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അത് പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 അവോക്കാഡോ നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും അതേപോലെ തന്നെ നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചതും ചെറുതാക്കി അരിഞ്ഞു വെച്ച രണ്ടും അത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അതിനകത്തേക്ക്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചധികം കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൈസി ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറാനാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാട്ടോ വരുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ കുറച്ച് എരിവ് കുറവായിട്ട്, അപ്പോൾ ഞാൻ പിന്നെയും കുറച്ചും കൂടെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് അതിന് ഏറ്റവും ലാസ്റ്റ് നമുക്ക് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നാരങ്ങ നീര് ആഡ് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് കുരു അതിനകത്ത് വീഴാതെ സൂക്ഷിക്കണം കേട്ടോ. ഓൾറെഡി നമ്മൾ പിഴിഞ്ഞിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുരു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴേക്കും കയ്പിനെസ് വരില്ല. അപ്പോൾ കുരു മാറ്റിയിട്ട് വേണം കേട്ടോ നമുക്ക് മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് കഴിക്കാം, ഇല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെ റോളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രെഡിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ഇത് തേച്ചതിന് ശേഷം ഒരു മുട്ട ഓംലെറ്റും കൂടെ അതിൻ്റെ നടുക്ക് വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെയൊക്കെ കഴിക്കണമെങ്കിൽ അതും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് ചപ്പാത്തിയിൽ ഉള്ളിലിങ്ങനെ പരട്ടിയിട്ട് റോളായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കുംബർ ഫുൾ എടുത്തിട്ടുണ്ട്, അത് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു ചപ്പാത്തി റോളുമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും, അധികം ടൈമും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.